എല്ലാവർക്കും മല്ലുവുഡിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് റിലീസ് ചെയ്യുന്ന സിനിമകളും അതുപോലെ ഈ ആഴ്ച 17 സിനിമകളാണ് OTT റിലീസിന് ഒരുങ്ങുന്നത്. ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. ഇതുപോലത്തെ OTT അപ്ഡേറ്റ്സിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി എന്ന സിനിമയെക്കുറിച്ചാണ്. അർജുൻ അശോകൻ, ദേവകി, റിയാസ് ഖാൻ തുടങ്ങി ഒരുപാട് പേര് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇതൊരു റൊമാന്റിക്കൽ ത്രില്ലർ സിനിമയാണ്. ഈ സിനിമയുടെ OTTക്ക് വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. ഇപ്പോഴത്തെ ഹോട്ട്സ്റ്റാർ വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി എന്ന സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. നാദർഷിയാണ് സിനിമ സംവിധാനം ചെയ്തത്. സിനിമ തിയേറ്ററുകളിൽ പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നു. ജനുവരി 30-ന് വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി എന്ന സിനിമ ഹോട്ട്സ്റ്റാറിൽ റിലീസ് ഉണ്ടായിരിക്കും. അടുത്തൊരു അപ്ഡേറ്റ് ആനന്ദ് സിർബാലെ എന്ന സിനിമയെക്കുറിച്ചാണ്. ഒരു റിയൽ സ്റ്റോറിയാണ് സിനിമ പറഞ്ഞു പോകുന്നത്. ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമയാണ് ആനന്ദ് സിർബാല. തിയേറ്ററിൽ നിന്ന് നല്ലൊരു കൈയടി സിനിമയ്ക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ആനന്ദ് സിർബാലയുടെ OTT ഇപ്പോൾ മനോരമ മാക്സ് വാങ്ങിച്ചിരിക്കുകയാണ്. സംഗീത, അപർണ ദാസ്, അർജുൻ അശോകൻ ഇവരാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. കമ്മിങ് സൂൺ എന്ന പോസ്റ്റർ പുറത്തു വന്നിട്ടുണ്ട്. ഒരുപക്ഷെ ഇന്ന് രാത്രി സിനിമ സർപ്രൈസ് ആയിട്ട് റിലീസാകാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ വരുന്ന ദിവസങ്ങളിലായിരിക്കും ആനന്ദ് സിർബാലയുടെ OTT റിലീസ്. എന്തായാലും ഈ ആഴ്ച തന്നെ റിലീസാകും. അടുത്തൊരു അപ്ഡേറ്റ് അയാം കാതലൻ എന്ന സിനിമയെക്കുറിച്ചാണ്. നസ്ലിൻ കേന്ദ്ര കഥാപാത്രം എന്ന സിനിമയായിരുന്നു അയാം കാതലൻ. ഒരു ഹേക്കറായിട്ടാണ് നസ്ലിൻ സിനിമയിൽ വരുന്നത്. ഇപ്പോഴത്തെ ഈ സിനിമയുടെ OTT ഇന്നാണ്. അനിഷ്മ, ദിലീഷ് പോത്തൻ, നസ്ലിൻ ഇവരാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. സിനിമയ്ക്ക് എവറേജ് അഭിപ്രായമാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്ന് രാത്രി 12 മണിക്ക് മനോരമ മാക്സിൽ കാതലൻ സിനിമയുടെ ഒഫീഷ്യൽ OTT റിലീസ് ഉണ്ടായിരിക്കുന്നതാണ്. അടുത്തൊരു അപ്ഡേറ്റ് ഓശാന എന്ന സിനിമയെക്കുറിച്ചാണ്. ഇതൊരു റൊമാന്റിക്കൽ മൂവിയാണ്. പക്ഷേ സിനിമ തിയേറ്ററുകളിൽ പരാജയപ്പെട്ടു. ധ്യാൻ ശ്രീനിവാസനാണ് സിനിമയിലെ നായകൻ. ഇപ്പോഴത്തെ മനോരമ മാക്സ് ഓശാന സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. കമ്മിങ് സൂൺ എന്ന പോസ്റ്റർ മനോരമ മാക്സ് പുറത്തുവിട്ടിട്ടുണ്ട്. സിനിമയുടെ റിലീസ് തീയതി പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷേ ഈ ആഴ്ച തന്നെ ഓശാന എന്ന സിനിമ മനോരമ മാക്സിൽ റിലീസ് ഉണ്ടാകുന്നതാണ്. അടുത്തൊരു അപ്ഡേറ്റ് അയറിൻ അറബി എന്ന സിനിമയെക്കുറിച്ചാണ്. ഇതൊരു കോമഡി മൂവിയാണ്. ധ്യാൻ ശ്രീനിവാസൻ തന്നെയാണ് ഈ സിനിമയിൽ നായകൻ. പക്ഷേ സിനിമ 8 നിലയിൽ പൊട്ടി. മുകേഷ്, ഉർവശി, ധ്യാൻ ശ്രീനിവാസൻ ഇവരാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ഇപ്പോഴത്തെ സൈനാപ്പിളെ അയറിൻ അറേബ്യ എന്ന സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. ഫെബ്രുവരി ആദ്യവാരം അയറിൻ അറേബ്യ എന്ന സിനിമ സൈനാപ്പിളയിൽ റിലീസ് ഉണ്ടാവുന്നതാണ്. അടുത്തൊരു അപ്ഡേറ്റ് ബറോസ് എന്ന സിനിമയെക്കുറിച്ചാണ്. മോഹൻലാൽ സംവിധാനം ചെയ്ത സിനിമയായിരുന്നു ബറോസ്. പക്ഷേ സിനിമ തിയേറ്ററുകളിൽ പരാജയപ്പെട്ടു. ഇപ്പോഴത്തെ സിനിമയുടെ OTT ഹോട്ട്സ്റ്റാർ വാങ്ങിച്ചിരിക്കുകയാണ്. കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു 3D സിനിമയായിരുന്നു ബറോസ്. എന്തായാലും ജനുവരി 24-ന് ഹോട്ട്സ്റ്റാറിൽ ബറോസ് സിനിമയുടെ റിലീസ് ഉണ്ടായിരിക്കുന്നതാണ്. അടുത്തൊരു അപ്ഡേറ്റ് നടികർ എന്ന സിനിമയെക്കുറിച്ചാണ്. ടോവിനോ തോമസ്, അനൂപ് മേനോൻ, ബാലു വർഗീസ്, സൗബിൻ, ദിവ്യ പിള്ളൈ ഇവരാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ഒരു കോമഡി ഡ്രാമ മൂവിയാണ് നടികർ. സിനിമ തിയേറ്ററുകളിൽ പരാജയപ്പെട്ടു. പക്ഷേ ഈ സിനിമയുടെ OTT ഇതുവരെ വിറ്റുപോയിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ നടികർ എന്ന സിനിമയുടെ OTT ആമസോൺ പ്രൈമാണ് വാങ്ങിച്ചിരിക്കുന്നത്. ജനുവരി ലാസ്റ്റ് വീക്കിൽ ആമസോൺ പ്രൈമിൽ നടികർ എന്ന സിനിമ റിലീസ് ഉണ്ടാവുന്നതാണ്. അടുത്തൊരു അപ്ഡേറ്റ് ED എന്ന സിനിമയെക്കുറിച്ചാണ്. എക്സ്ട്രാഡിഷൻ എന്ന സിനിമ തിയേറ്ററുകളിൽ വിജയിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊരു ഫാമിലി മൂവിയാണ്. സുരാജാണ് സിനിമയിലെ നായകൻ. സിനിമയ്ക്ക് വേണ്ടി ആരാധകർ കാത്തിരിക്കുകയാണ്. ഇപ്പോഴത്തെ ആമസോൺ പ്രൈം ED സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. ജനുവരി 24-ന് ആമസോൺ പ്രൈമിൽ ED എന്ന സിനിമയുടെ റിലീസ് ഉണ്ടാവുന്നതാണ്. അടുത്തൊരു അപ്ഡേറ്റ് രാമചന്ദ്ര ബോസൻകോ എന്ന സിനിമയാണ്. കഴിഞ്ഞ വർഷമാണ് സിനിമ റിലീസായത്. തിയേറ്ററിൽ നിന്ന് എവറേജ് അഭിപ്രായമാണ് രാമചന്ദ്ര സിനിമയ്ക്ക് ലഭിച്ചത്. നിവിൻ പോളി, മമിത ബൈജു ഇവരാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ഇപ്പോഴത്തെ ആമസോൺ പ്രൈം രാമചന്ദ്ര സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് സിനിമ OTT റിലീസിന് ഒരുങ്ങുന്നത്. ജനുവരി 30-ന് മുന്നേ രാമചന്ദ്ര സിനിമ ആമസോൺ പ്രൈമിൽ റിലീസായേക്കും. അടുത്തൊരു അപ്ഡേറ്റ് വാതിൽ എന്ന സിനിമയെക്കുറിച്ചാണ്. ഇതൊരു ത്രില്ലർ സിനിമയാണ്. എവറേജ് അഭിപ്രായമാണ് വാതിൽ സിനിമയ്ക്ക് തിയേറ്ററിൽ നിന്ന് ലഭിച്ചത്. അനു സിത്താര, വിനയ് ഫോർട്ട്, അഞ്ജലി നായർ ഇവരാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ഇപ്പോഴത്തെ മനോരമ മാക്സ് വാതിൽ എന്ന സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. ജനുവരി ലാസ്റ്റ് വീക്കിലാണ് വാതിൽ സിനിമയുടെ
OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് കപ്പ് എന്ന സിനിമയെ കുറിച്ചാണ്. മാത്യു തോമസിന്റെ പരാജയപ്പെട്ട ഒരു സിനിമയായിരുന്നു കപ്പ്. നമിത പ്രമോദ്, അനിക, ബേസിൽ തുടങ്ങി ഒരുപാട് പേര് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഒരു റൊമാന്റിക്കൽ സ്പോർട്സ് മൂവിയാണ് കപ്പ്. പക്ഷേ സിനിമയ്ക്ക് വേണ്ടത്ര അഭിപ്രായം ലഭിച്ചില്ല. ഇപ്പോഴിതാ കപ്പ് എന്ന സിനിമ OTT റിലീസിന് ഒരുങ്ങുകയാണ്. സൈനപ്ലൈ ആണ് കപ്പ് എന്ന സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. ഫെബ്രുവരി ആദ്യവാരം കപ്പ് എന്ന സിനിമ സൈനപ്ലൈയിൽ OTT റിലീസ് ഉണ്ടാവുന്നതാണ്. അടുത്തൊരു അപ്ഡേറ്റ് ബേബി ജോൺ എന്ന സിനിമയെ കുറിച്ചാണ്. വരുൺ ധവാൻ, കീർത്തി സുരേഷ് ഇവരാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ഇതൊരു ത്രില്ലർ സിനിമയാണ്. ഇപ്പോഴിതാ ബേബി ജോൺ റിലീസായിരിക്കുകയാണ്. സിനിമയുടെ HD പ്രിന്റാണ് ലീക്കായിട്ട് വന്നിരിക്കുന്നത്. എവറേജ് അഭിപ്രായം മാത്രമാണ് ബേബി ജോൺ എന്ന ഹിന്ദി സിനിമയ്ക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഒഫീഷ്യൽ OTT അടുത്ത മാസമാണ്. അടുത്തൊരു അപ്ഡേറ്റ് മാർക്കോ എന്ന സിനിമയെ കുറിച്ചാണ്. ഉണ്ണിമുകുന്ദൻ നായകനായ മാർക്കോ സിനിമ 100 കോടി ക്ലബിൽ ഇടം പിടിച്ചു. നെറ്റ്ഫ്ലിക്സ് ആണ് സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. സിനിമയുടെ HD പ്രിന്റ് നേരത്തെ ലീക്കായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോഴിതാ ഒഫീഷ്യൽ OTT എത്തിയിരിക്കുകയാണ്. നെറ്റ്ഫ്ലിക്സ് ജനുവരി 30 അല്ലെങ്കിൽ ഫെബ്രുവരി 5 ഈ ദിവസത്തിൽ മാർക്കോ സിനിമ നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ഉണ്ടാവുന്നതാണ്. അടുത്തൊരു അപ്ഡേറ്റ് ഐഡന്റിറ്റി എന്ന സിനിമയെ കുറിച്ചാണ്. ഇതൊരു ത്രില്ലർ സിനിമയാണ്. തിയേറ്ററിൽ നിന്ന് നല്ല അഭിപ്രായമാണ് ഐഡന്റിറ്റി എന്ന സിനിമയ്ക്ക് ലഭിച്ചത്. ടോവിനോ തോമസ്, തൃഷ ഇവരാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ഇപ്പോഴിതാ ഐഡന്റിറ്റി സിനിമ OTT റിലീസിന് ഒരുങ്ങുകയാണ്. ആമസോൺ പ്രൈമാണ് ഐഡന്റിറ്റി സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. ഫെബ്രുവരി ഫസ്റ്റ് വീക്കിലായിരിക്കും ഐഡന്റിറ്റി എന്ന സിനിമ OTT റിലീസ് ചെയ്യുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് രേഖാചിത്രം എന്ന സിനിമയെ കുറിച്ചാണ്. ആസിഫ് അലി, അനശ്വര രാജൻ, മനോജ് കെ ജയൻ, ഹരിശ്രീ അശോകൻ, സിദ്ദിഖ്, ഇന്ദ്രൻസ്, ജഗദീഷ് ഇവരാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ഒരു നീണ്ട താരനിര സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. തിയേറ്ററിൽ നിന്ന് പോസിറ്റീവ് റെസ്പോൺസ് ആണ് രേഖാചിത്രം എന്ന സിനിമയ്ക്ക് ലഭിച്ചിട്ടുള്ളത്. ഇതൊരു സസ്പെൻസ് ത്രില്ലർ സിനിമയാണ്. ഇപ്പോഴിതാ ഈ സിനിമയുടെ HD പ്രിന്റ് ലീക്കായിട്ട് വന്നിരിക്കുകയാണ്. സിനിമയ്ക്ക് ഇത് വലിയ തിരിച്ചടി തന്നെയാണ്. സിനിമ റിലീസായിട്ട് അധിക നാളായിട്ടില്ല. അപ്പോഴേക്കും സിനിമ ലീക്കായിട്ട് വന്നിരിക്കുകയാണ്. ഒഫീഷ്യൽ OTT അടുത്ത മാസം മാത്രമായിരിക്കും വരാൻ പോകുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ബാഡ് ബോയ്സ് എന്ന സിനിമയെ കുറിച്ചാണ്. ഒമർ ലലു സംവിധാനം ചെയ്ത സിനിമയായിരുന്നു ബാഡ് ബോയ്സ്. ഇപ്പോഴിതാ ഈ സിനിമ OTT റിലീസിന് ഒരുങ്ങുകയാണ്. സിനിമ ഇറങ്ങിയിട്ട് കുറേ നാളായി. റഹ്മാൻ, ബിബിൻ ജോർജ്, സെന്തിൽ, ധ്യാൻ ശ്രീനിവാസൻ, ബാബു ആന്റണി, രമേഷ് പിഷാരടി ഇവരാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ബാഡ് ബോയ്സ് ഒരു ഫാമിലി മൂവിയാണ്. ഇപ്പോഴത്തെ ഹോട്ട്സ്റ്റാർ ബാഡ് ബോയ്സ് സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. ജനുവരി ലാസ്റ്റ് വീക്കോ ഫെബ്രുവരി ആദ്യ വാരവുമായിട്ട് ബാഡ് ബോയ്സ് എന്ന സിനിമ ഹോട്ട്സ്റ്റാറിൽ റിലീസ് ഉണ്ടാവുന്നതാണ്. അടുത്തൊരു അപ്ഡേറ്റ് മാരിവിലിൻ ഗോപുരങ്ങൾ എന്ന സിനിമയെക്കുറിച്ചാണ്. ഇതൊരു റൊമാന്റിക്കൽ ഫാമിലി മൂവിയാണ്. ഇന്ദ്രജിത്ത്, വിൻസി, ആസിഫ് അലി ഇവരാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ഈ സിനിമയുടെ OTT ആമസോൺ പ്രൈം വാങ്ങിച്ചിരിക്കുകയാണ്. തിയേറ്ററിൽ നിന്ന് നല്ല അഭിപ്രായമാണ് മാരിവിലിൻ ഗോപുരങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. സിനിമ ഇറങ്ങിയിട്ട് ഒരുപാട് നാളായി. ഇതുവരെ OTT വന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴിതാ ആമസോൺ പ്രൈമിലൂടെ മാരിവിലിൻ ഗോപുരങ്ങൾ OTT റിലീസിന് ഒരുങ്ങുകയാണ്. ഫെബ്രുവരിയിലായിരിക്കും സിനിമയുടെ റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് DNA എന്ന സിനിമയെ കുറിച്ചാണ്. ഇതൊരു ത്രില്ലർ സിനിമയാണ്. റായ് ലക്ഷ്മി, അന്ന റെജി, അജു വർഗീസ്, റിയാസ് ഖാൻ, സ്വാസിക ഇവരാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. സൈനപ്ലൈ ആണ് DNA സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. ഡിസംബറിലായിരുന്നു സിനിമയുടെ റിലീസ്. പിന്നീട് പോസ്റ്റ്പോൺ ചെയ്തു. ഇപ്പോഴിതാ വീണ്ടും DNA എന്ന സിനിമ OTT റിലീസിന് ഒരുങ്ങുകയാണ്. സർപ്രൈസായിട്ട് ഈ ആഴ്ചയായിരിക്കും DNA എന്ന സിനിമ സൈനപ്ലൈയിൽ റിലീസാവുന്നത്. എക്സ്പെക്റ്റഡ് ഡേറ്റ് നോക്കിയാൽ ജനുവരി 20 DNA സിനിമ സൈനപ്ലൈയിൽ റിലീസാവും. അടുത്തൊരു അപ്ഡേറ്റ് ഹണ്ട് എന്ന സിനിമയെ കുറിച്ചാണ്. ഭാവന നായികയെ സിനിമയായിരുന്നു ഹണ്ട്. സിനിമയ്ക്ക് തിയേറ്ററിൽ നിന്ന് നല്ല റെസ്പോൺസാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഇതൊരു ഹൊറർ മൂവിയാണ്. ഇപ്പോഴിതാ ആമസോൺ പ്രൈം ഹണ്ട് എന്ന സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. സിനിമയുടെ റിലീസ് ഉടനെ ഉണ്ടാകുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. എക്സ്പെക്റ്റഡ് ഡേറ്റ് നോക്കിയാൽ ജനുവരി 30 മുന്നേ ഹണ്ട് സിനിമ ആമസോൺ പ്രൈമിൽ റിലീസായേക്കും. അവസാനത്തെ ഒരു അപ്ഡേറ്റ് തങ്കമണി എന്ന സിനിമയെക്കുറിച്ചാണ്. ഈ സിനിമയ്ക്ക് ഇതുവരെ OTT റിലീസ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. വലിയ ഹൈപ്പോട് കൂടിയാണ് തങ്കമണി വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ സിനിമ തിയേറ്ററുകളിൽ പരാജയപ്പെട്ടു. ദിലീപ്, നിതാ പിള്ളയാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ഇപ്പോഴിതാ ആമസോൺ പ്രൈം തങ്കമണി സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. ജനുവരി ലാസ്റ്റ് വീക്കോ ഫെബ്രുവരി ആദ്യ വാരവുമായിട്ട് തങ്കമണി എന്ന സിനിമ ആമസോൺ പ്രൈമിൽ റിലീസായേക്കും. അപ്പോൾ ഇനി നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവി ഏതാണ്? അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ OTT അപ്ഡേറ്റ്സിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.